ബേസിക് സയൻസിലെ ബയോളജി സെക്ഷനിൽ ഡൈവേഴ്സിറ്റി ഓഫ് സസ്റ്റനൻസ് അല്ലെങ്കിൽ വൈവിധ്യം നിലനിൽപ്പിന് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മൾ ഇൻസിറ്റു എക്സിറ്റു കൺസർവേഷൻ അല്ലേ. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വംശനാശം നേരിടുന്ന ജീവികളെ അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ സംരക്ഷിക്കുകയാണെങ്കിൽ അതിന് ഇൻസിറ്റു എന്ന് പറയും. ആൻഡ് എക്സിറ്റു എന്ന് പറഞ്ഞാൽ അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിന് പുറത്ത് കൊണ്ടുവന്ന് സംരക്ഷിക്കുകയാണെങ്കിൽ അല്ലേ. അതിൽ ഈ ഇൻസിറ്റു കൺസർവേഷനിൽ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. അത് നമുക്ക് പഠിച്ചു വെക്കുമ്പോൾ എപ്പോഴും കൺഫ്യൂഷൻസ് ആവും. അത് നമ്മളൊരു ഈസി ആയ കോഡിലൂടെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതെ, ഇൻസിറ്റു കൺസർവേഷൻ്റെ ആൾക്കാരാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് അല്ലേ. വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്, നാഷണൽ പാർക്ക് ഉണ്ട്, ബയോസ്ഫിയർ റിസർവ് ഉണ്ട്, കമ്മ്യൂണിറ്റി റിസർവ് ഉണ്ട്, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ഉണ്ട്. ഇതിനൊക്കെ ധാരാളം എക്സാമ്പിൾസും ഉണ്ട്. അപ്പോൾ അതെങ്ങനെ നമ്മളുടെ കോഡ് നമ്മുടെ ലൈവൊക്കെ കണ്ട മക്കൾക്കാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് നമ്മുടെ ആദ്യത്തെ കോഡ് എന്ന് പറയുന്നത് ഇതാണ്, വൈൽഡ് ലൈഫ് സാങ്ച്വറിക്ക് വേണ്ടിയിട്ടുള്ള കോഡാണ്. അപ്പോൾ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറഞ്ഞാൽ വന്യജീവി സങ്കേതങ്ങളാണ് അല്ലേ, വന്യജീവി സങ്കേതം. അപ്പം ഈ വന്യജീവി സങ്കേതം കാണാൻ ആരാണ് പോയത്? നമ്മുടെ പെപ്പേനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അങ്കമാലി ഡയറീസ് എന്ന് പറയുന്ന മൂവിയിലുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ പെപ്പെ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ പോയി, വയനാടുള്ള വന്യജീവി സങ്കേതത്തിൽ പോയി. അപ്പോൾ നോക്കിക്കേ, പേ ഫോർ പെരിയാർ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. അടുത്ത പേ ഫോർ പേപ്പാറ, അതൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. വയനാട് ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലെങ്കിൽ വന്യജീവി സങ്കേതമാണ്. ഇത് മൂന്നുമാണ് എൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ളത്. സിമ്പിൾ. ഓക്കെ, പേപ്പാറ, പെരിയാർ, വയനാട് വന്യജീവി സങ്കേതം അല്ലെ വൈൽഡ് ലൈഫ് സാങ്ച്വറി. അടുത്തതാണ് നാഷണൽ പാർക്സ്. അപ്പോൾ നാഷണൽ പാർക്ക് പഠിക്കാനുള്ള കോഡാണ് ഇരവി ഒരാളുടെ പേരാണ്. ഓക്കെ, നമ്മുടെ ഏതോ ഒരു മൂവിയിൽ മോഹൻലാലിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് കൂടിയാണ് ഇരവി. അപ്പോൾ ഇരവി സൈലൻ്റ് ആയിട്ട് ആരോടും പറയാതെ ആനമുടി കാണാൻ പോയി. അപ്പോൾ ആനയുടെ മുടിയൊക്കെ കാണാൻ പോലെ കുറച്ച് എനർജി കിട്ടട്ടെ എന്ന് കരുതി മത്തി കഴിച്ചിട്ടാണ് പോയത്. മത്തി കഴിച്ച് നാഷണൽ പാർക്കിൽ പോയപ്പോൾ അവിടെ എന്തിനെ കണ്ടു? പാമ്പിനെ കണ്ടു. ഇരവി സൈലൻ്റായി ആനമുടി കാണാൻ മത്തിയും കഴിച്ച് നാഷണൽ പാർക്കിൽ പോയി. അവിടെ പോയപ്പോൾ പാമ്പിനെ കണ്ടു. സോ ഇരവികുളം നാഷണൽ പാർക്ക്, സൈലന്റ് വാലി നാഷണൽ പാർക്ക്, ആനമുടി നമ്മുടെ നാഷണൽ പാർക്ക്, ദെൻ മതികെട്ടാൻ ഷോല, ദെൻ നമ്മുടെ പാമ്പാടും ഷോല. ഇതാണ് നമ്മളുടെ നാഷണൽ പാർക്കുകൾ. ഓക്കെ, ഇനി അടുത്തത് ഏതാണ്? കമ്മ്യൂണിറ്റി റിസർവ്. നമ്മുടെ ജനപങ്കാളിത്തത്തോട് കൂടിയിട്ട് നമ്മൾ എന്താണ് ഒരു ഭാഗം സംരക്ഷിക്കുന്നതാണ് കമ്മ്യൂണിറ്റി റിസർവ്. ആകെ ഒറ്റൊന്നേ പഠിക്കാനുള്ളൂ, കടലുണ്ടി. ഓക്കെ, ദെൻ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുമ്പോൾ ഒരു ലാർജ് ഏരിയ ആണ്. കുറച്ച് സ്ഥലമൊന്നുമില്ല, അത് രണ്ടെണ്ണേ ഉള്ളൂ. ഒന്ന് അഗസ്ത്യാർകൂടം, രണ്ട് നീലഗിരി കുന്നുകൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 3 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടാണ്. ഏറ്റവും കൂടുതൽ എൻഡമിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് മാത്രമേ അവരെ കാണുള്ളൂ. ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ ലോകത്ത് മുഴുവനുണ്ട് അല്ലേ, മലയാളികൾ എടുക്കാം. ഓക്കെ, പക്ഷേ ചില ആളുകളിൽ ചില സ്പീഷീസ് ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അവരെ ഏറ്റവും കൂടുതൽ കാണുന്ന സ്ഥലമാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്. അതിൽ 3 എണ്ണം ഉള്ളത് നമ്മുടെ ഇന്ത്യയിലാണ്. 1 നോർത്ത് ഈസ്റ്റേൺ ഹിമാലയ, 2 ഇൻഡോ ബർമ റീജിയൻ, 3 നമ്മുടെ വെസ്റ്റേൺ ഘട്ട്. ഓക്കെ, ഇനി എൻ്റെ മക്കളൊന്ന് ഈ ചോദ്യം നോക്കിക്കേ. ഇപ്പം നിങ്ങൾക്ക് ഈ ചോദ്യം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളെല്ലാവരും ഒന്ന് നോക്കിക്കേ. എന്താണ്? ആദ്യം ചൂസ് അപ്രോപ്രിയേറ്റ് ടേംസ് ഇവിടെ നിന്ന് നോക്കുക. അപ്പോൾ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം എന്താണ്? വന്യജീവി സങ്കേതങ്ങൾ. പെപ്പെ വയനാട് പോയി. അപ്പോൾ പേപ്പാറ, പെരിയാർ, വയനാട്. അപ്പോൾ ഇവിടെ നമുക്ക് പെരിയാറുണ്ട്. അപ്പോൾ നമ്മൾ എന്തെടുക്കുന്നു? പെരിയാർ എടുത്തു. ഇനി അടുത്തത് നാഷണൽ പാർക്ക്. ഇരവി സൈലൻ്റ് ആയിട്ട് ആനമുടി കാണാൻ മത്തിയും കഴിച്ച് പോയി. അപ്പോൾ പാമ്പിനെയാണ് കണ്ടത്. അപ്പോൾ ഇരവി സൈലൻ്റ് ആയിട്ടാണ് പോയത്. ദാറ്റ് മീൻസ് സൈലൻ്റ് വാലി. ഓക്കെ, ഇനി അടുത്തത് ബയോസ്ഫിയർ റിസർവ്. ഒരു ലാർജ് ഏരിയ ആണ്. നമുക്ക് അഗസ്ത്യാർകൂടം, നീലഗിരിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഏതാ? നീലഗിരി കുന്നുകൾ. ഇനി അടുത്തത് കമ്മ്യൂണിറ്റി റിസർവ്. ആകെ 1 മാത്രമേ ഉള്ളൂ, കടലുണ്ടി. കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഒരു കാരണവശാലും ഇതെൻ്റെ മക്കൾ വിട്ടുപോകാതിരിക്കുക. ഇത് നിങ്ങൾക്കിപ്പോൾ കിട്ടി എന്ന് വെച്ച് കരുതുന്നു. ഇനി എൻ്റെ മക്കൾ ലാസ്റ്റായിട്ടൊരു ക്വസ്റ്റ്യൻ കമൻറ്റ് ചെയ്യുക. എക്സിറ്റു കൺസർവേഷൻ ഒരു എക്സാമ്പിൾ. എക്സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ജീവികൾ അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് നമ്മൾ അവരെ സംരക്ഷിക്കുന്നതാണ് എക്സിറ്റു കൺസർവേഷൻ. അതിന് 3 എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. ഏതെങ്കിലും ഒന്ന് ഏതാണെന്നുള്ളത് എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യുക. ഇത് യൂസ്ഫുൾ ആയെങ്കിൽ അത് അറിയിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.